വിളവെടുത്ത വെണ്ടയ്ക്കും തക്കാളിയും വെച്ച് ആനക്കൊമ്പൻ വെണ്ടയ്ക്കും തക്കാളിയും വെച്ച് ഒരു മീൻകറി, മീനില്ലാത്ത മീൻകറി. വെണ്ടക്കായ മീൻകറി വെപ്പിന് ആവശ്യമായ സാധനങ്ങൾ: ചുവന്നുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, അത് 4ആക്കി കീറിയേക്കണത് കേട്ടോ, ബുള്ളറ്റ് മുളകാണ്, അത് 4ആക്കി കീറിയേക്കണതാണ്. പിന്നെ കറിവേപ്പില. ഇത് എല്ലാം ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ മുളക് ആവശ്യത്തിന്, ഉപ്പും ആവശ്യത്തിന്, അതും നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ വീത്തി കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. കറിയിലേക്ക് ആവശ്യമായ പുളിക്ക് 4 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തെൻപാൽ, അതായത് ആദ്യത്തെ പാൽ നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2ാമത്തെയും 3ാമത്തെയും പാലാണ്. അത് കുറേശ്ശെ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. തേങ്ങ മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. കുറച്ച് കട്ടി പാൽ ആയിരിക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മീൻകറി വെക്കണ പോലെ തന്നെ പുളിക്ക് തക്കാളിനെ ചേർത്തേക്കണമെന്ന് മാത്രം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് അടുപ്പത്തേക്ക് കയറ്റാം. തിളപ്പിക്കാൻ വെച്ച ഗ്രേവി നല്ലോണം തിളച്ചു. അതിലത്തെ തക്കാളിയും മറ്റുള്ള ഐറ്റംസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ചെറുതീയിൽ കിടന്ന് തിളക്കട്ടെ. മറ്റൊരു ചട്ടി എടുത്തിട്ട്, വേറൊരു ചട്ടി എടുത്തിട്ട് ഗ്യാസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വെണ്ടക്കായ ഇതുപോലെ നമ്മൾ സാമ്പാറിലേക്ക് അരിയണ പോലെ നീളത്തിൽ അരിഞ്ഞത് വാട്ടാൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും വീട്ടി കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ വീട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി വാട്ടിയെടുക്കുക. വെണ്ടക്കായയുടെ കൊഴുപ്പൊന്ന് പോകാനാണ് വാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ വെണ്ടക്കായ ഒരുവിധം വാടിയിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ ഇതൊക്കെ ഒരു കളർ മാറിയിരിക്കുന്നത്, അരിഭാഗങ്ങൾ ഇങ്ങനെ നല്ലോണം വാടി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുതീയിലിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ ഗ്രേവിയിലേക്ക് ഈ വെണ്ടക്കായ വാട്ടിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ളത് തേൻപാൽ വീത്തി കൊടുക്കലാണ്. ആദ്യം ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ. ഇപ്പോൾ ഇത് വെണ്ടക്കായ നല്ലോണം തിളക്കണം. കാരണം ഈ വെണ്ടക്കായയിൽ പുളി പിടിക്കണം, അപ്പോഴാണ് അതിനോട് ചേരുള്ളൂ. അപ്പോൾ വെണ്ടക്കായ കറി നല്ലോണം തിളച്ച് വെണ്ടക്കായ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ആദ്യ പാൽ, അതായത് തെൻപാൽ, ഇതുകൊണ്ട് തന്നെ ഒരു പാത്രം ഞാൻ കട്ടിയുള്ള പാലാണ് കേട്ടോ, തേങ്ങാപ്പാൽ, അത് ഇതിലേക്ക് വീത്തി കൊടുക്കാം. എന്നിട്ട് തള വരുമ്പോഴേക്കും ഓഫാക്കാം. നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തള വരുമ്പോഴേക്കും ഓഫാക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ചെറുതായിട്ട് തള വന്നു തുടങ്ങി. ഇനി അത് ഓഫ് ചെയ്യാം. പിന്നെ ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് തിളയ്ക്കും. പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ട്, അതായത് ആ വെണ്ടക്കായ വാട്ടി അതേ ചട്ടിയിൽ നിന്ന് അത് വെച്ചിട്ട് അതിൽ കാച്ചാനുള്ള ചുവന്നുള്ളി, വേപ്പില, വെളിച്ചെണ്ണ വീട്ടി കൊടുത്ത് അത് മൂപ്പിക്കാം. കാച്ചാൻ വെച്ച ചുവന്നുള്ളിയും വേപ്പിലയും മൂപ്പായിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്ത് നമുക്ക് കറിയിലേക്ക് വീത്തി കൊടുക്കാം. ഇത് ഫുള്ളും ഇട്ട് കൊടുത്തിട്ട്
പിന്നെ മൂടി വെച്ച് നമുക്ക് കറി ഉപയോഗിക്കാം. ഇതാണ് വെണ്ടയ്ക്ക വെച്ചുള്ള ആനക്കൊമ്പൻ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക മീൻകറി. ഇത് ഞങ്ങൾ നൊയമ്പ് കാലത്ത് ഇറച്ചി മീനൊക്കെ നൊയമ്പെടുക്കുമ്പോൾ വെക്കണ ഒരു കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. വിളവെടുത്ത ആനക്കൊമ്പൻ തക്കാളിയും വെച്ച് രുചികരമായ മീൻകറി വെപ്പ്.